Dear students, welcome to online class of AET. Today we are dealing with module 6. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6-നകത്ത് പ്രധാനമായിട്ടും പറയുന്നത് വേവ് ഗൈഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ വേവ് ഗൈഡ്സ് എന്താണെന്ന് നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ 4th മൊഡ്യൂളിനകത്ത് പറഞ്ഞിരുന്നു. അതായത് ഹയർ ഫ്രീക്വൻസി എബവ് 300 മെഗാഹേർട്സിന് മുകളിലുള്ള ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ അല്ലെങ്കിൽ ജനറേറ്ററിൽ നിന്ന് ലോഡിലോട്ട് എത്തിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് എന്ത് വേവ് ഗൈഡ്സ്. അപ്പോൾ ഈ വേവ് ഗൈഡ്സ് എന്ത് വെച്ചാണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ ട്യൂബ്സ്. ഇത് പ്രധാനമായിട്ടും മെറ്റൽ ട്യൂബ്സ് ആണ്. അപ്പോൾ ഈ മെറ്റൽ ട്യൂബ് എന്ന് പറയുമ്പം ഇതിനകത്ത് എന്തായിരിക്കും, ഹോളോ സ്പേസ് ആയിരിക്കും ഉള്ളത്. ഹോളോ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ മെറ്റൽ ട്യൂബ്സ് ഓർ പൈപ്സ് ആയിരിക്കും വേവ് ഗൈഡ്. ഓക്കെ, അപ്പോൾ ഈ വേവ് ഗൈഡിൽ കൂടി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യും എലോങ് ഇറ്റ്സ് ലെങ്ത് ഡയറക്ഷൻ. ഈ വേവ് ഗൈഡിൻ്റെ ലെങ്ത് എന്താണോ ആ ലെങ്ത്തിൻ്റെ ഡയറക്ഷനിൽ കൂടെ ആയിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് രണ്ട് രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഒന്ന് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവായിട്ടും രണ്ടാമത് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവായിട്ടും. അപ്പോൾ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവിനെ നമുക്ക് TM വേവ് എന്നും ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവിനെ നമുക്ക് TE വേവ് എന്നും പറയാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. തൽക്കാലം ട്രാൻസ്മിഷൻ ലൈനും വേവ് ഗൈഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ട്രാൻസ്മിഷൻ ലൈൻ എന്താണ്, TEM വേവ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ സമയം വേവ് ഗൈഡ് ഒന്നുകിൽ TE മോഡിനെ ആയിരിക്കും അതല്ലെങ്കിൽ TM മോഡിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്, ട്രാൻസ്മിഷൻ ലൈൻ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെയാണ് കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത്, കടത്തിവിടുന്നത്. വേവ് ഗൈഡ് എന്ന് പറയുമ്പം ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് എന്ന് പറയുമ്പോൾ DC സിഗ്നൽ തൊട്ട് ഫ്രീക്വൻസി വരെ തരാം. അതേസമയം വേവ് ഗൈഡ് എന്താ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. ആ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ഫ്രീക്വൻസിയുള്ള സിഗ്നൽസിനെ മാത്രമേ വേവ് ഗൈഡ്സ് കടത്തിവിടത്തുള്ളൂ. അതുപോലെ തന്നെ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ട്രാൻസ്മിഷൻ ലൈൻ വളരെ എഫിഷ്യൻസി കുറവാണ്, കാരണം സ്കിൻ എഫക്റ്റ് കൊണ്ട്. അതേസമയം വേവ് ഗൈഡ് ഹൈ ഫ്രീക്വൻസി, അതായത് ജിഗാഹെർട്സ് റേഞ്ചിലുള്ള മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ അവരുടെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്, അവിടെ സിഗ്നലിൻ്റെ ആക്ടിവേഷനും വളരെ കുറവായിരിക്കും. ഇതാണ് ഒരു ട്രാൻസ്മിഷൻ ലൈനും വേവ് ഗൈഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതിൽ ആദ്യത്തെയാണ് നമ്മളൊരു റെക്റ്റാങ്കുലർ വേവ് ഗൈഡിനെ കുറിച്ച് പറയുന്നത്. ഒരു റെക്റ്റാങ്കുലർ വേവ് ഗൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള വാൾസ് ഉള്ള ഒരു ഹോളോ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് റെക്റ്റാങ്കുലർ വേവ് ഗൈഡ്. അപ്പോൾ ഈ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, ഈ റെക്റ്റാങ്കുലർ വേവ് ഗൈഡ് ഈസ് ഹാവിങ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ρV, കറണ്ട് ഡെൻസിറ്റി J = 0, കണ്ടക്ടിവിറ്റി സിഗ്മ = 0. ഇനി വാൾസിലാണെങ്കിലോ സിഗ്മ C =∞. ഇതാണ് ജസ്റ്റ് ഒരു അറിയേണ്ട കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന ഡെറിവേഷനിലോട്ട് പോവുകയാണ്. ഡെറിവേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന മാക്സ്വെൽസ് ഇക്വേഷൻസിൽ നിന്നാണ്. അപ്പോൾ മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻസ് പറയുന്നത് എന്താണ്, ∇2E - μ × ∂2E/∂t² 0 എന്ന് പറയും അല്ലേ. നമ്മളിത് നേരത്തെ മൊഡ്യൂളിൽ ചെയ്ത് വെച്ചിട്ടുള്ള, കൺക്ലൂഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. അപ്പം ഇതിനകത്ത് ∇2E എന്ന് പറയുമ്പം ∂2EX/∂x² പ്ലസ് ∂2EY/∂y² പ്ലസ് ∂2EZ/∂z² ഇസ് ഈക്വൽ ടു μ × ∂2E/∂t². അപ്പോൾ ആദ്യം നമ്മൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, ∂2EX/∂x² പ്ലസ് ∂2EY/∂y² പ്ലസ് ∂2EZ/∂z² ഇസ് ഈക്വൽ ടു μ × ∂2E/∂t². ആദ്യത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ട്രാവൽ ചെയ്യുന്നത്, വേവ് ട്രാവൽ ചെയ്യുന്ന Z ഡയറക്ഷനിലാണ്. അപ്പം ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ EZ = E0x e⁻j⍵t × e⁻⁻⁻z. അപ്പം E0xന് പകരം നിങ്ങൾക്ക് E1 എന്നോ എന്ത് പേര് വേണമെങ്കിലും പറയാം. അതൊരു മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു T. ആലോചിക്കണം, T വെച്ചും ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, Z വെച്ചും ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു T. അപ്പം ∂Ez/∂t
ഈസ് ഈക്വൽ ടു E0x ഇൻറ്റു e⁻j⍵t ഇൻറ്റു e⁻⁻γz ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് j⍵tയുടെ ഡെറിവേറ്റീവ് j എന്ന് എടുത്തു. ഇനി E0x ഇൻറ്റു e⁻j⍵t ഇൻറ്റു e⁻⁻γz പകരം നമ്മൾ Ez എന്ന് കൊടുത്തു. അപ്പോൾ Ez ഇൻറ്റു j⍵ എന്ന് നമുക്ക് കിട്ടി, റൈറ്റ്. അപ്പം അവിടെ നമ്മൾ എന്താണ് ഇനി അഗെയിൻ നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ ഇക്വേഷൻ ഒരു മിനിറ്റ്, ഈ രണ്ടാമത്തെ ഡിഫറൻഷ്യേഷന് മുമ്പായിട്ട് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഡോ Ez ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ആണ് Ez ഇൻറ്റു j⍵. അപ്പോൾ രണ്ട് സൈഡിലും Ez ഉണ്ട്. അപ്പോൾ ആ Ezനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്തുണ്ട്? ഡോ ഡിവൈഡഡ് ബൈ ഡോ ടി ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു j⍵. അതാണ് നോട്ടായിട്ട് വന്നിട്ടുള്ളത്. ഡോ ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു j⍵. കാരണം രണ്ട് സൈഡിലുള്ള Ezനെ ഞാൻ എലിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇക്വേഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സംഭവങ്ങളെ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡോ ബൈ ഡോ ടി എവിടെ വന്നാലും അതിന് പകരം j⍵ കൊടുക്കുക. ഇനി ഈ ഇക്വേഷനെ ഡോ Ez ഡിവൈഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എന്താണ്? Ez ഇൻറ്റു j⍵. ഇതിനെ ഞാൻ സെക്കൻഡ് ഓർഡർ രണ്ടാമത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡോ സ്ക്വയർ Ez ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു Ez ഇൻറ്റു j⍵² എന്ന് വരും. j⍵² എന്ന് പറയുമ്പം j²⍵², j² എന്ന് പറയുമ്പോൾ -1 ആണ്. അപ്പോൾ ഡോ സ്ക്വയർ Ez ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു -ω² ഇൻറ്റു Ez. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും EZഉം വെട്ടിപ്പോകുന്നു. അപ്പം ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു -ω² എന്ന് വരും. ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു -ω² എന്ന് വരും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ആദ്യത്തെ ഇക്വേഷൻ Ez ഈസ് ഈക്വൽ ടു എന്ന് തുടങ്ങുന്ന ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഞാൻ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു Z. അപ്പോൾ നമുക്ക് എന്ത് വരും? ഡോ Ez ഡിവൈഡഡ് ബൈ ഡോ Z ഈസ് ഈക്വൽ ടു E0x ഇൻറ്റു e⁻j⍵t ഇൻറ്റു e⁻⁻γz. അപ്പോൾ ഈ വിത്ത് റെസ്പെക്ട് ടു Z ആണ് ഡെറിവേറ്റീവ് ചെയ്യുന്നത്. അതുകൊണ്ട് e⁻⁻γzൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം -γയും കൂടെ വരും. അപ്പം ഇക്വേഷൻ എങ്ങനെ വരും? ഡോ Ez ഡിവൈഡഡ് ബൈ ഡോ Z ഇസ് ഈക്വൽ ടു -γ ഇൻറ്റു Ez. അപ്പം ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നിന്നും Ezനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡോ ബൈ ഡോ Z ഈസ് ഈക്വൽ ടു -γ. അപ്പോൾ എവിടെ ഡോ ബൈ ഡോ Z വരുന്നു അതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? -γ കൊടുത്തു. ഈ ഇക്വേഷനെ ഞാൻ വീണ്ടും ചെയ്യുന്നു. അപ്പം ഡോ സ്ക്വയർ Ez ബൈ ഡോ Z² ഈസ് ഈക്വൽ ടു Ez ഇൻറ്റു γ² എന്ന് വരും. അപ്പം അതിനകത്തുനിന്ന് വീണ്ടും Ezനെ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ Z² ഈസ് ഈക്വൽ ടു γ² കിട്ടി. അപ്പോൾ എവിടെ ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ Z² വരുന്നു അതിന് പകരം γ² കൊടുക്കണം. ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ വരുന്നു അതിന് പകരം -ω² കൊടുക്കണം. ഡോ ബൈ ഡോ ടി എന്ത് വരുന്നു അതിന് പകരം j⍵ കൊടുക്കണം. ഇനി നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഞാൻ വീണ്ടും പോവുകയാണ്. ഡോ സ്ക്വയർ Ez ഡിവൈഡ് ബൈ ഡോ x² പ്ലസ് ഡോ സ്ക്വയർ Ez ബൈ ഡോ y² പ്ലസ് ഡോ സ്ക്വയർ Ez ബൈ ഡോ Z² ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു ഡോ സ്ക്വയർ Ez ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, അവിടെ ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ അവിടെ എന്താണ് നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ Z² പകരം γ² കൊടുത്തു. ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയറിന് പകരം -ω² കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പം -ω² കൂടിയുള്ള Ez ടേമിനെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പം നമുക്ക് എന്ത് വരും? ഡോ സ്ക്വയർ Ez ഡിവൈഡഡ് ബൈ ഡോ x² പ്ലസ് ഡോ സ്ക്വയർ Ez ഡിവൈഡ് ബൈ ഡോ y² പ്ലസ് Ez ഇൻറ്റു ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ Z² പകരം γ². ഇനി പ്ലസ് മ്യൂ ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു ω² Ez ഈസ് ഈക്വൽ ടു 0. അപ്പോൾ കോമൺ ആയിട്ടുള്ള Ezനെ പുറത്തെടുക്കാം. അപ്പോൾ ഡോ സ്ക്വയർ Ez ഡിവൈഡഡ് ബൈ ഡോ x² പ്ലസ് ഡോ സ്ക്വയർ Ez ഡിവൈഡ് ബൈ ഡോ y² പ്ലസ് Ez ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് γ² പ്ലസ് ω² മ്യൂ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇനി γ² പ്ലസ് ω² മ്യൂ എപ്സിലോണിന് പകരം കോൺസ്റ്റൻറ്റ് h² കൊടുക്കുന്നു. അങ്ങനെ വരുമ്പം ഈ ഡോ സ്ക്വയർ Ez ഡിവൈഡഡ് ബൈ ഡോ x² പ്ലസ് ഡോ സ്ക്വയർ Ez ഡിവൈഡഡ് ബൈ ഡോ y² പ്ലസ് h² Ez ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഈ Ezന് പകരം Hz ആക്കുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ഡോ സ്ക്വയർ Hz ബൈ ഡോ x² പ്ലസ് ഡോ സ്ക്വയർ Hz ബൈ ഡോ y² പ്ലസ് സ്മോൾ h² ഇൻറ്റു ക്യാപിറ്റൽ Hz ഇസ് ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ സോൾവ് ചെയ്യുകയാണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ
ഇ സെഡിൻ്റെയും എച്ച് സെഡിൻ്റെയും സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ടൊരു മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻസ് നമ്മൾ നോക്കുക. മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻസിനകത്ത് ആദ്യം സെക്കൻഡ് ഇക്വേഷൻ പറയുന്നത് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ എച്ച് എന്നാണ്. അപ്പോൾ ഡെൽ ക്രോസ് ഇ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കേണ്ടത് എന്താണ്, കേൾ എടുക്കുകയാണ്. അപ്പം എന്ത് കിട്ടും നമുക്ക്, എ എക്സ് എ വൈ എ ഇസഡ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ ബൈ ഡോ ബൈ ഡോ ഇസഡ് ഇ എക്സ് ഇ വൈ ഇ ഇസഡ്, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കണം, സോൾവ് ചെയ്യണം. ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ മ്യൂ ഇൻറ്റു എച്ചിന് എന്താണ് എക്സ് കമ്പണൻറ്റും വൈ കമ്പണൻറ്റും ഇസഡ് കമ്പണൻറ്റും ഉണ്ട്. ദെർഫോർ എച്ച് എക്സ് എ എക്സ് പ്ലസ് എച്ച് വൈ എ വൈ പ്ലസ് എച്ച് ഇസഡ് എ ഇസഡ്. ആ എ എക്സും എ വൈയും എ ഇസഡും യൂണിറ്റ് വെക്റ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇനി മെട്രിക്സ് സോൾവ് ചെയ്യുമ്പോൾ അറിയാം, ആദ്യം എ എക്സിൻ്റെ കൂടെ അതിൻ്റെ കൂടെയുള്ള റോയും കോളവും ഉള്ള സംഭവത്തിനെ മാത്രം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോ ഇ സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ ഇ വൈ ബൈ ഡോ ഇ സെഡ് ഇൻറ്റു എ എക്സ് മൈനസ് അപ്പോൺ ബ്രാക്കറ്റ് ഡോ ഇ സെഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ ഇ എക്സ് ഡിവൈഡഡ് ബൈ ഡോ ഇ സെഡ് ഇൻറ്റു എ വൈ പ്ലസ് ഡോ ഇ വൈ മൈനസ് ഡോ എക്സ് മൈനസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഇ എക്സ് ഇസ് ഈക്വൽ ടു നിങ്ങളുടെ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതിനകത്തുനിന്ന് എ എക്സ് ഉള്ള കോയിഫിഷ്യൻസ് എല്ലാം കൂടി എടുത്ത് ഇക്വേറ്റ് ചെയ്യുമ്പം ഇക്വേഷൻ നമ്പർ സി കിട്ടും. കോയിഫിഷ്യൻസ് ഓഫ് എ വൈ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡി കിട്ടും. കോയിഫിഷ്യൻസ് ഹാവിങ് എ ഇസഡ് വരുമ്പം ഇക്വേഷൻസ് ഇയും കിട്ടും. അപ്പോൾ നമുക്ക് ഡോ ഇ സെഡ് ബൈ ഡോ വൈ പ്ലസ് ഗാമ ഇ വൈ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ സി വരുന്നു. ഇനി ഡോ ഇ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു കിട്ടുന്നുണ്ട്. ഡോ ഇ വൈ ഡിവൈഡഡ് ബൈ ഡോ ഇ സെഡ് മൈനസ് ഡോ ഇ എക്സ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ ഇയും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മാക്സ്വെൽസിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻസ് നമ്മൾ എടുക്കുകയാണ്. മാക്സ്വെൽസിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ ഒമേഗ എപ്സിലോൺ ഇ. അവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു, ഇതേ പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുന്നു. ഇതേ പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുമ്പോഴത്തേക്കും എനിക്ക് എന്താ കിട്ടുന്നത്, ഡിറ്റർമിനൻ്റ് എടുക്കുന്നു. സോൾവ് ചെയ്യുമ്പം ഡോ ബൈ ഡോ വൈ ഇൻറ്റു എച്ച് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു എച്ച് വൈ ഇൻറ്റു എ എക്സ് മൈനസ് എ വൈ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു എച്ച് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു എച്ച് എക്സ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു എച്ച് വൈ മൈനസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു എച്ച് എക്സ് ഇൻറ്റു എ ഇസഡ്. ഇപ്പുറത്തെ സൈഡിലും ജെ ഒമേഗ എപ്സിലോൺ ഇൻറ്റു ഇ എക്സ് എ എക്സ് പ്ലസ് ഇ വൈ എ വൈ പ്ലസ് ഇ ഇസഡ് എ ഇസഡ് വരും. ഇതിനകത്തുനിന്നും ഡോ ബൈ ഡോ ഇസഡിന് പകരം മൈനസ് ഗാമ ഇട്ട് കൊടുക്കുക. വീണ്ടും നിങ്ങൾ എ എക്സിൻ്റെ കോയിഫിഷ്യൻസിനെ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എ ഇസഡിൻ്റെ കൂടെയുള്ള ടേംസിനെ ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. ഇക്വേഷൻസ് എഫും ജിയും എച്ചും. ഓക്കെ, അപ്പം എഫ് പറയുന്നത് ഡോ ബൈ ഡോ വൈ ഇൻറ്റു എച്ച് ഇസഡ് പ്ലസ് ഗാമ എച്ച് വൈ ഇസ് ഈക്വൽ ടു ജെ ഒമേഗ എപ്സിലോൺ ഇ എക്സ് എന്ന് വരും. രണ്ടാമത്തെ ജി എന്ന് പറയുന്ന ഇക്വേഷൻ ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് പ്ലസ് ഗാമ എച്ച് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ എപ്സിലോൺ ഇ വൈ എന്ന് വരും. മൂന്നാമത്തെ ഇക്വേഷൻ ഡോ എച്ച് വൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എച്ച് എക്സ് ഡിവൈഡഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ജെ ഒമേഗ എപ്സിലോൺ ഇ ഇസഡ് എന്ന് വരും. ഇങ്ങനെ 3 ഇക്വേഷൻസ് നമുക്കുണ്ട്. ഇതിനകത്തുനിന്ന് നമ്മുടെ ഇക്വേഷൻ ഡിയിൽ നിന്ന്, ഇക്വേഷൻ ഡി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇക്വേഷനാണ്, ഈ ഇക്വേഷൻ ഡിയിൽ നിന്ന് നമുക്ക് എന്താണ് എച്ച് വൈ ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എച്ച് വൈ ഈസ് ഈക്വൽ ടു 1 ബൈ ജെ ഒമേഗ മ്യൂ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഡോ ഇ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് ഗാമ ഇ എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ എഫിനകത്ത് കൊടുക്കുക. എഫിനകത്ത് എച്ച് വൈ ഉണ്ട്. ആ എച്ച് വൈക്ക് പകരം ഇത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ വൈ പ്ലസ് ഗാമ ഇൻറ്റു 1 ബൈ ജെ ഒമേഗ മ്യൂ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഡോ ഇ സെഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് പ്ലസ് ഗാമ ഇൻറ്റു ഇ എക്സ് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ എപ്സിലോൺ ഇ എക്സ് എന്ന് വരും. ഇനി ഇ എക്സിൻ്റെ ടേംസ് എല്ലാം കൂടി ഒരുമിച്ചിടാൻ വേണ്ടി 1 ബൈ ജെ ഒമേഗ മ്യൂ ഇൻറ്റു ഗാമ ഇൻറ്റു ഇ എക്സ് എന്ന് പറയുന്ന ടേമിനെ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വിടും. റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വിടുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലസ് സൈൻ മാറിയിട്ട് അവിടെ മൈനസ് സൈൻ വരും. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എങ്ങനെ വരും, ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ പ്ലസ് ഗാമ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ മ്യൂ ഇൻറ്റു ഡോ ഇ സെഡ് ഡിവൈഡഡ് ബൈ ഡോ is equal to j omega epsilon ex minus 1 by j omega mu gamma square ex എന്നുള്ള ടേം കിട്ടും. റൈറ്റ്, ഓക്കെ. ഇതിനകത്തുനിന്ന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും കോമൺ ആയിട്ടുള്ള നമ്മുടെ ടേമായിട്ടുള്ള എന്താണ് ഇ എക്സിനെ പുറത്ത് വരുന്നു. കോമൺ ആയിട്ടുള്ള ഇ എക്സിനെ പുറത്ത് വരുമ്പോഴത്തേക്കും എന്താണ് ബ്രാക്കറ്റിനകത്ത് ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ മൈനസ് ഗാമ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ മ്യൂ എന്ന് വരുന്നു. ആ ജെ ഒമേഗ മ്യൂ
വീണ്ടും എന്താ കോമൺ ആയിട്ട് ഒരു മൈനസ് സൈൻ വെച്ച് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ പ്ലസ് ഗാമ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ മ്യൂ ഇൻറ്റു ഡോ ഇ ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് is equal to ഇ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് മൈനസ് ഒമേഗ സ്ക്വയർ ആവും. അതായത് ജെ സ്ക്വയറിന് പകരം മൈനസ് കൊടുത്തു, മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ അബ്സല്യൂട്ട് മൈനസ് ഗാമ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ മ്യൂ വരും. ഇവിടെയും ഗാമ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ കൊടുത്തു. അപ്പോൾ ഇവിടെ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ അബ്സല്യൂട്ട് മൈനസ് ഗാമ സ്ക്വയർ ആണ്, അതിന് പകരം മൈനസ് എച്ച് സ്ക്വയർ കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ പ്ലസ് ഗാമ ഇൻറ്റു ജെ ഒമേഗ മ്യൂ ഇൻറ്റു ഡോ ഇ ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് സ്ക്വയർ ഇൻറ്റു ഇ എക്സ് ഡിവൈഡഡ് ബൈ ജെ ഒമേഗ മ്യൂ. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എച്ച് സ്ക്വയറിൻ്റെ കൂടെയും എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ മ്യൂ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ഇ എക്സ് മാത്രമാവും. ഇനി വെട്ടിപ്പോകേണ്ട സംഭവങ്ങളെല്ലാം ജെ ഒമേഗ മ്യൂവും വെട്ടിപ്പോയി. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ വൈ മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇ എക്സ് എന്ന് വന്നു. അതല്ല എങ്കിൽ വീണ്ടും ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പം ഇ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ എന്ന് കിട്ടി. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ സിമിലർ ആയിട്ട് എഴുതുകയാണ്. സിമിലർ ഇ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ ഇസഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് മാറി ഡോ വൈ ആയി, മൈനസ് സൈൻ മാറി പ്ലസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ എക്സ്. അതുപോലെ എച്ച് എക്സ് വരുമ്പോഴത്തേക്കും മൈനസ് ഗാമ ഇ എക്സിൽ നിന്ന് എച്ച് എക്സിലോട്ട് വരുമ്പോഴുള്ള വ്യത്യാസം ആകെപ്പാടെ മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഉണ്ട്. ഡോ ഇ സെഡ് മാറിയിട്ട് ഡോ എച്ച് സെഡ് ആവും. ഡോ എക്സ് അതുപോലെ തന്നെ നിൽക്കും. മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയറിന് പകരം എന്ത് വരും? പ്ലസ് ജെയും ഉണ്ട് ഒമേഗയും ഉണ്ട്. മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയറിന് പകരം മ്യൂ മാറിയിട്ട് എപ്സിലോൺ ആവും. ഇൻറ്റു ഡോ ഇ സെഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ എന്ന് വരും. അതുപോലെ എച്ച് വൈയും ഇ വൈ പോലെ തന്നെ എന്താണ് ഇ സെഡിന് പകരം എച്ച് സെഡ് കൊടുക്കുക, ജെ ഒമേഗ എച്ച് സ്ക്വയർ അതുപോലെ എഴുതുക, മ്യൂവിന് പകരം എപ്സിലോൺ കൊടുക്കുക, ഇൻറ്റു വീണ്ടും ഡോ എച്ച് സെഡിന് പകരം ഡോ ഇ സെഡ് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷനും കൂടെ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്നോ രണ്ടോ പാരാമീറ്റേഴ്സ് മാറ്റി കഴിഞ്ഞാൽ അടുത്ത വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ഈ ഇക്വേഷനകത്ത് നമ്മൾ എന്താണ് മുകളിലത്തെ 4 കണ്ടീഷൻസ് ഉണ്ട്. ഇതിനകത്ത് എന്താണ് വേവിൻ്റെ ഫീൽഡ് കമ്പോണൻറ്റ് ഡിപ്പെൻഡ് ഓൺ എന്താണ് ഇ സെഡിനെയും എച്ച് സെഡിനെയും ആണെന്ന് തീരുമാനിക്കുക. ഇ സെഡിനെയും എച്ച് സെഡിനിലുമാണ് നമ്മുടെ ഇ എക്സും ഇ വൈയും എച്ച് എക്സും എച്ച് വൈയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒന്നുകിൽ ഇ സെഡോ അല്ലെങ്കിൽ എച്ച് സെഡ് കമ്പോണൻറ്റോ ആയിരിക്കും എന്താണ് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം ആ ഡയറക്ഷനിൽ കാണുന്നത്. ഇനി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുകയാണ്. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലിമിറ്റ്സ്, അതായത് നമ്മുടെ റെക്ടാങ്കുലർ ഷേപ്പ് അല്ലേ. അപ്പോൾ റെക്ടാങ്കുലർ ഷേപ്പ് എന്ന് പറയുമ്പം അതിൻ്റെ ഡയമെൻഷൻ എയും ഇന്നർ ഡയമെൻഷൻ എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എക്സ് ഡയറക്ഷനിലാണ് എ വേരി ചെയ്യുന്നത് 0 തൊട്ട് എ വരെ, വൈ ഡയറക്ഷനിലാണ് ബി വേരി ചെയ്യുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ 0 തൊട്ട് ബി വരെ. അപ്പം ആദ്യത്തെ കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണ്, നമ്മൾ ഇ സെഡ് 0 കൊടുക്കുകയാണ്. ഇ സെഡ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ എക്സിൻ്റെ വാല്യൂ 0 ആയിട്ട് വരും. ഇനി ഇ സെഡ് 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇ വൈയുടെ വാല്യൂയും എന്ത് വരും? ഇ വൈയുടെ വാല്യൂ നമുക്ക് 0 ആയിട്ട് കൊടുക്കാം. അങ്ങനെ വരുമ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്ടാങ്കുലർ വേവ് ഗൈഡിലുള്ള ഫീൽഡ് കമ്പോണൻസിനെ കോൺഫിഗറേഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ടി എം വേവ് എന്നും രണ്ടാമത്തത് ടി ഇ വേവ് എന്നും. അപ്പോൾ ടി എം വേവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി എം വേവിൽ എപ്പോഴും എച്ച് സെഡ് ഈസ് ഈക്വൽ ടു 0 ആണ് കൊടുക്കുന്നത്. ടി ഇ വേവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി ഇ വേവിനകത്ത് ഇ സെഡിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടി എം വേവ് മീൻസ് എന്താണ് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവും അതുപോലെ ടി ഇ വേവ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവും. ഈ 2 വേവ്സിനെ നമുക്ക് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ എല്ലാം എന്താണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂസും അതുപോലെ തന്നെ എന്താണ് കട്ട് ഓഫ് ഫ്രീക്വൻസിയും പ്രോബ്ലംസും എല്ലാം അനലൈസ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. തൽക്കാലം ഇത്രയും കൊണ്ട് ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പം നിർബന്ധമായിട്ടും കയറി നോക്കിയിട്ട് സംശയങ്ങൾ ചോദിക്കുക. ഇതിനെ ബേസ് ചെയ്തായിരിക്കും അടുത്ത ഡെറിവേഷൻസ് പോകുന്നത്. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ.